കുറേ നാളിന് ശേഷം, കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷമായി ഞാൻ ഇവിടെ UK വന്നിട്ട്, അടുത്ത ആഴ്ച 2 വർഷവും. ഈ 2 വർഷമായിട്ട് ഇതുവരെ വീഡിയോകളൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇത് മോൻ്റെ ആയിരുന്നു. ഹലോ പറഞ്ഞേ, ഹായ്. മോൻ അസ്ലാൻ. ഇവന് ഇപ്പോൾ 1 വയസ്സാവാൻ പോകുന്നു. നവംബറിലാകുമ്പോൾ 1 വയസ്സാവും. ഇന്ന് വൈഫ് ഡ്യൂട്ടിക്ക് പോയേക്കാണ്. എനിക്കാണെങ്കിൽ ഇന്ന് ഓഫാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ നല്ല അടിപൊളി വെതർ, നല്ല കണ്ടില്ലേ, നല്ല മഴക്കാറും ഇതൊക്കെ ആയിട്ട്. രാവിലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ചുമ്മാ ഒന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയാലോ, അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയാലോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നിയപ്പോൾ എടുത്താണ്. എന്തായി? ഹലോ പറ. ഹലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇവനെ കൊണ്ടൊന്ന് പുറത്ത് പോയേച്ച് വരാം. അപ്പോൾ ആദ്യം ഇവനെ പുഷ് ചെയർ എടുക്കട്ടെ. പുഷ് ചെയർ ഇല്ലെങ്കിൽ ഒരു സെക്കൻഡേ. അപ്പം ചെക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പോവാ ടാറ്റ പോവാ. ഹേയ് സാരി കിടന്നു. അപ്പോൾ നമുക്ക് പുറത്ത് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കണ്ടേച്ച് വരാം. നല്ല മഴക്കാറായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ചുട്ടുമണി, ഏയ് അസ്ലാനെ, അസ്ലാൻ, അസ്ലാൻ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഗേറ്റ് കടന്ന് എത്തിയപ്പോഴേക്കും മഴ, നല്ല കിണ്ണങ്കാച്ചി മഴ. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മഴ കാണാൻ പറ്റുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്. തുടങ്ങുന്നുള്ളൂ മഴ, നല്ല വെയിലുണ്ട്, അതിൻ്റെ കൂടെ മഴ. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. മഴ മാറുമെന്ന് വിചാരിച്ച് മണി. നമ്മളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത് കണ്ട ചെറിയ തോടും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, ഇതുപോലെ തോടും അരുവികളൊക്കെ ഉള്ള ചെറിയൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോകാനുള്ള വഴി നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പോക്ക് സക്സസ് ആവുമെന്നറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. ഇവിടെ നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. നമ്മൾ പക്ഷേ പോകുന്നത് ഈ തിരക്കിലോട്ടൊന്നുമല്ല, ഫുൾ കാലിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എൻ്റെ തലയുടെ മേലെ കണ്ട ഇത് മോട്ടോർ വേ എന്നുള്ളൊരു എക്സിറ്റ് പോകുന്ന പാലമാണ്. ആ പാലത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തോ ഈ വെള്ളം ചെയ്യാനുള്ള പഴയ നമ്മുടെ നാട്ടിലുള്ള ചക്രം പോലത്തെ എന്തോ സംഭവമൊക്കെയാണ്. എൻ്റെ അടിയിൽ ഇങ്ങനെ പാലമൊക്കെ ഉണ്ട്. നേരെ മേലെ ഇത് മോട്ടോർ വേ എന്നുള്ള എക്സിറ്റ് പോകുന്നതാണ്. എൻ്റെ അടിയിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നാട്ടുവഴിയാണ്. ഇതിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ഇത് ഇവിടെ ഈ ഉള്ളിലെ സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് ഗ്രാഫിറ്റിയും കുറേ പെയിൻറ്റിങ്ങുകൾ കണ്ടോ, ഇതെല്ലാം നിറയെ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ഫുൾ പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ മേലെ ആണെങ്കിൽ റൗണ്ട് ബോട്ടും ഉണ്ട്, മറ്റേ എക്സിറ്റും അവിടുന്ന് വരുന്ന റൗണ്ട് ബോട്ടുമാണ് ഈ കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഹേയ് ഹലോ, ഹലോ കുട്ടൂസ. ചെക്കന് പുറത്ത് നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ കൊണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിനിൻ്റെ പടമൊക്കെ വരച്ചിട്ടുണ്ടോ, ട്രെയിൻ പോകുന്നു. ഇവിടുത്തെ സിറ്റിയിൽ നിന്നുള്ള വെള്ളമൊക്കെ പോകുന്നതാണ് കേട്ടോ. വേസ്റ്റ് വെള്ളമാണ് പോകുന്ന തോടാണ്. പക്ഷെ അതും നല്ല നീറ്റായിട്ട് തന്നെ എടുക്കണം. ഇനിയാണ് സ്ഥലം.
ആഹാ, നാട്ടുവഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നാട്ടുവഴി. ഇതൊക്കെ ബെറിയാണ് കേട്ടോ, ബെറിയാണ് ഇത്. നല്ല കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാം. നല്ല കറുത്ത ബെറി കഴിക്കാം. ഇത് ഉണ്ടായി വരുന്നുള്ളൂ, പച്ചപ്പുള്ളത് കേട്ടോ. ഇത് കുറച്ചൊന്ന് കറുത്തതുണ്ട്. നല്ല കറുത്താണ് ഈ കഴുകിയിട്ട് കഴിക്കാന്നൊക്കെ പറയും. എല്ലാവരും കഴിക്കാറൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചായിരുന്നു. അതിവിടെ ഈ വരുന്ന പോലെ എല്ലാ വഴിയിലൊക്കെ നിറയുണ്ടാവും. ഈ ഒരു മരം കാണുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ പാടത്ത് ഇതുപോലൊരു വലിയ മരം നിൽക്കുന്നുണ്ട്. ആ ഒരു സെറ്റപ്പ് മറ്റേ എന്താ പറയുക, ഒരു പാട്ടുണ്ടല്ലോ വെട്ടൻ സിനിമയിലെ മഴത്തുള്ളികൾ കൊഴിഞ്ഞിടുമ്മി, ആ പാട്ടിലെ ആ ഒരു സെറ്റപ്പില്ലേ, ആ ഒരു നാടൻ വഴി, തോട്, നല്ല തെളിഞ്ഞ തോട് സംഭവമൊക്കെ. ഇതുപോലെ ഇവിടെ ഉള്ളവരോട് എല്ലാവരോടും ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഉണ്ടാവും. പക്ഷേ നമ്മളിതൊന്നും കാണാൻ പുറത്തോട്ട് ഇറങ്ങാനായിട്ടാണ്. ചുമ്മാ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ. മോർണിംഗ്. ഇവിടെ ഒന്നുമില്ലെങ്കിലും എല്ലാവരും കാണുന്നവർ വിഷ് ചെയ്ത് തോന്നും. അത് അവർക്കും ഭയങ്കര നിർബന്ധമാണ്. നല്ല കാര്യമല്ലേ. ഒരു പരിചയമില്ലാത്തവരും നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മിണ്ടൂലെങ്കിലും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വിഷ് ചെയ്തിട്ടേ പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ മനോഹരമായ വേറൊരു വലിയ മരത്തിൻ്റെ ചോട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും ഗൈസ്. ഇതല്ല, ഞാനേ കഴിഞ്ഞ ദിവസം ഇതിൽ വന്ന് വേറെ ഏതോ വഴിക്ക് എത്തിപ്പെട്ടിപ്പോൾ വേറൊരു സ്ഥലത്താണ് ചെന്നുപെട്ടത്. ആ സ്ഥലം നോക്കിയാണ് വന്നത്, പക്ഷെ എന്ത് ആ സ്ഥലമല്ല. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ഹോട്ടലാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വലിയ സൗകര്യമുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനോട് ചേർന്ന് തന്നെയുള്ള നടവഴി കേട്ടപ്പോൾ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നാട് തോന്നല്ലേ. നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല, പക്ഷേ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള നാട്ടിലെ ഒരു സെറ്റപ്പ് തോന്നല്ലേ. എനിക്ക് സത്യത്തിൽ ശരിക്കും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര സംഭവമായിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ടോ ഇതൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഇത് നല്ല രസമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് വന്ന് നോക്കിയത്. എന്തായാലും അടിപൊളി. ഓ, ഇത് വല്ലാത്ത സെറ്റപ്പാണ്. നിങ്ങളിവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് പുറത്തോട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി. ഇതുപോലെ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ കാണാനുള്ളത് നമ്മളൊന്നും ശ്രദ്ധിക്കാത്തതാണ് പ്രശ്നം. കുട്ടുമണി, എൻ്റെ മോന് നാട്ടിലല്ലാത്തതിൻ്റെ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എൻ്റെ മോന് നാട്ടിലെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുള്ളൂ. പക്ഷേ നാട്ടിലെ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് മോനെ. കുറേ കാര്യങ്ങളൊക്കെ കാണാം. ഒരു വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ്. വാ, സൂപ്പർ സൂപ്പർ. കുട്ടുമണി എങ്ങനെയുണ്ട്? അയ്യോ, ഇവിടെ മരം വീണ് വഴി തടസ്സമുണ്ട്.
സെക്കൻഡ്, വഴി തടസ്സമുണ്ട്. ആ ഒരു ഹൊറർ ഫീലിംഗ് ഒക്കെ ഉണ്ട് ഇതിൽ വന്നിട്ട്. കാരണം ഒരു വേറെ വൈബാണ് ഇതൊക്കെ. ആഹാ, സെറ്റപ്പ്, ഒരു റിസോർട്ട് സെറ്റപ്പ് തോട്ടീന്ന്. ഓ, ടുട്ടുമണിക്ക് ഇഷ്ടപ്പെട്ടില്ല? ടുട്ടുമണി, അവിടെ ഒരു ബ്രിഡ്ജ് കണ്ട? വാ, ഇത് സത്യം പറഞ്ഞത് എങ്ങോട്ടാ പോയി ചേരണേന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് പോകുന്നത്. പക്ഷേ സ്ഥലം കണ്ടിട്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കാൻ തോന്നാണ്. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചുമന്ന ഇലകൾ വീണ് കിടക്കാം, മുകളിൽ പച്ചപ്പ്, എല്ലാം കൊണ്ട് നല്ല രസമല്ലേ. ശരിക്കും ഈ സ്ഥലം ഭയങ്കരമായിട്ട് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ ഈ തോട്ടിൽ നിന്ന് പാലങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയേക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങോട്ടാ പോണേ എന്താ ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാലും ചുമ്മാ അങ്ങോട്ട് പോവാണ്. കാരണം കാണാൻ നല്ല ഭംഗി. വഴി തീർന്ന് ഇവിടെ ചെളിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിലേ. നടപ്പാതയുടെ ഭംഗിയൊക്കെ പോയി ചെളിയുള്ള സ്ഥലമായിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. വേറെ വഴി ഉണ്ടാവോ? ഇല്ല, ഞാൻ പെട്ടു, ശരിക്കും പെട്ടുപോയി എൻ്റെ അമ്മോ. അതെ, മുന്നിലോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ മുന്നിലോട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് അവസ്ഥ. അങ്ങോട്ട് ഫുൾ വെള്ളമാണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചതുപ്പ് പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകില്ലേ. അതുകൊണ്ട് നല്ല രസമുണ്ട് സംഭവം. ഫുൾ വെള്ളത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ആക്സസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാമായിരുന്നു. പക്ഷേ നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ആക്സസ് ഉണ്ടാവില്ല. എന്തായാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. കുട്ടുമണി പേടിക്കണ്ട. അപ്പം ഞങ്ങൾ തിരിച്ചു പോരാണ്. പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ല. വഴിയുണ്ട്, പക്ഷേ വഴി ആകെ ചെളി കയറി കിടക്കുകയാണ്. 2 ദിവസമായിട്ടുള്ള മഴ കാരണം, മഴയും വെള്ളം കാരണം ചെളിയാണ് ആകെ. അപ്പം ഞങ്ങളിത് തിരിച്ചു പോരാണ്. പക്ഷേ ഞാൻ പാതി വഴിക്ക് മുട്ടുമടക്കില്ല. ഞാൻ എങ്ങനെ ഇതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കും. വേറെ ഏതെങ്കിലും വഴിക്ക് അപ്പുറത്തോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ ആംബിയൻസൊക്കെ നിങ്ങളെല്ലാവരും ആസ്വദിക്കണം കേട്ടോ. ഇതൊന്നും നഷ്ടപ്പെടുത്തരുത്. ഈ പോർട്സ്മൗത്ത് ഹാവൻ്റെ ഭാഗത്തുള്ളവരൊക്കെ ഇവിടേക്കൊന്ന് വന്ന് ഇടയ്ക്ക് വരിക. ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇനി അടുത്ത ദിവസം വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം പോയതാണ്. നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അടുത്തും നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തും ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, ചുമ്മാ വെറുതെ വെള്ളം പോകുന്നതും വെറുതെ കുറച്ച് മരങ്ങളാണ്. പക്ഷേ അത് തരുന്നൊരു എനർജി ഉണ്ട് ഇവിടെ വരുമ്പോൾ. നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക്, ഞാൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാലൻസ് എവിടെയെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചേച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ വഴി നോക്കി വന്ന് എവിടെയൊക്കെയോ എത്തിപ്പെട്ടിട്ടുണ്ട്. കുറേ ദൂരെ പോന്നു പറഞ്ഞ പോലെ. പക്ഷേ നടന്നിട്ട് ക്ഷീണം തോന്നുന്നില്ല. നല്ല രസമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഇത് എൻ്റെ ബലമായ സംശയം, ആ തോട് എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു ഇതുണ്ടല്ലോ, തോടാണെങ്കിൽ തോട് ചെന്ന് ചേരുന്നത് പുഴയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ തോടിൻ്റെ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തോട് എന്തായാലും ചെന്ന് ചേരുന്നത് ഏതെങ്കിലും ഒരു പുഴയോ അരുവിയോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്ന് കണക്കാക്കി തന്നെയാണ് പോകുന്നത്. പോയി നോക്കാം. കൊച്ചതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. കൊച്ചുറങ്ങിയെങ്കിലും
കൊച്ചു ഉറങ്ങണായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചുമ്മാ ഇങ്ങനെ നടക്കാണ്. ഇവിടെ ഈ റോട്ടിൽ ചാടി കിടക്കുന്ന സാധനമുണ്ട്. സാധനം എന്താണെന്നറിയാം? ഇതിൻ്റെ മരമാണ് ഈ കാണുന്നത്. ഇതിന് നിറയെ ഉണ്ടായിരിക്കുന്നുണ്ടോ? വേണ്ട, മരത്തിന് നിറയെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പാട്ടിൽ കേട്ടിരിക്കുന്ന ദേവദാരു. മരത്തിൻ്റെ കമ്പയിലൊക്കെ നിറയെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് ദേവദാരു. ദേവദാരു പൂത്തു ഈ സംഭവമാണ് ഇത്. ഞാൻ നാട്ടിൽ വൈദ്യശാലയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്തിനാണെന്നറിയില്ല, എന്തോ ഫാൻസി ആയിട്ട് ഇത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടൊക്കെ വെച്ചേക്കണ കാണാം. മുറ്റത്തൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് നേരെ ചെന്ന് ചേരുന്നത് ഇവിടത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ലാങ്സ്റ്റൺ എന്നാണ്. ലാങ്സ്റ്റൺ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ നടക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വീടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടൈപ്പ് വീടുകളാണ്. ഇവിടുത്തെ പഴയ ഒരു സംഭവമാണ് ഇത്. ഈ ഓല മേഞ്ഞേക്കണ പോലെയാണ് ഇതിൻ്റെ ഇത്. ഞാനത് ദൂരെ നിന്ന് കാണിച്ചു തരാവേ. പിന്നെ വീടുകളെല്ലാം പഴയ വീടാണ്. എൻ്റെ മോൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങാണ്, പാവം. യാത്രയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നല്ല രസമുള്ള വീടുകൾ, കാര്യങ്ങൾ, നല്ല ആംബിയൻസ്. നേരെ വന്ന് ചേരുന്നത് ഈ കായലിലോട്ടോ ബാക്ക് വാട്ടർ എന്താണെന്നറിയില്ല, എന്നിട്ടാണ്. ഇവിടെ മക്കളില്ലെങ്കിലും പട്ടികളെല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് പട്ടിയുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ടാവും. കണ്ടോ? ആഹാ, മധുരകളൊക്കെ പണിതേനുണ്ട്. ഇതൊക്കെ ഈ നമ്മുടെ കായലിൽ നിന്നോ കടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തരം കല്ലാണ്. ആ കല്ല് വെച്ചാണ് ഇത് പണിതേക്കുന്നത്. അതിവിടെ ഒരുവിധപ്പെട്ട എല്ലാ മതിലുകളും അങ്ങനെ ആയിരിക്കും. ഈ പവിഴപ്പുറ്റ് പോലെ ഇരിക്കുന്ന സംഭവം വെച്ചാണ് ഭൂരിഭാഗം മതിലുകളും പണിതിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു പബ്ബുണ്ട്. വാ, നൈസ് വ്യൂ. കൊള്ളാല്ലേ? സൂപ്പർ. ഇതാണ് ലാങ്സ്റ്റൺ. ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ബോട്ടിംഗ് ക്ലബ്ബ് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയേക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെയല്ല, ശരിക്കും നിറയെ വെള്ളം ഉണ്ടാവും, പക്ഷെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയേക്കാണ്. ഉണ്ടല്ലേ, ഇവിടുത്തെ ഇതൊക്കെ കാണാം. ഇവിടെ പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ച. വെള്ളമില്ലാത്ത കാരണം കൊണ്ട് മിസ്സായി ഇവിടം വരെ വന്നത്. ഈ ഇതിൻ്റെ ബിൽഡിങ്ങിനോട് ചേർന്ന് വെള്ളം വരുന്നുണ്ടോ? അത് ആ തോട്ടിൽ നിന്ന്, നമ്മൾ നേരത്തെ കണ്ട തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിങ്ങനെ വന്ന് ഇങ്ങോട്ട് ചേരാണ്. നമ്മുടെ മറ്റേ വിളക്ക് മരം, എന്താ അതിനെ പറയാ, ലൈറ്റ് ഹൗസ് അതുപോലെ ഇല്ലേ ഇത്? അതുപോലെയുള്ള എന്തോ ഒരു ബിൽഡിങ്ങാണത്. അങ്ങനെ നമ്മൾ വന്നു ഗൈസ്, എത്തിപ്പെട്ടു. ഓഹോ, ഇന്ന് മഴയായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയെങ്കിലും ആരും ഇല്ലാത്തത്. ആൾ വരുന്നുണ്ട്. ഓ, ഫോണുമായിട്ട് കുത്തി.
സോറി. അതെ താറാവുകൾ കിട്ടോ. ഓ എൻ്റെ ഷൂ കുറച്ച് പൊട്ടിക്കോ. ഓ ലേസ് പൊട്ടിക്കും കൊള്ളാലവൻ. അമ്മോ എൻ്റെ മോനാണ് ഇവിടെ കിടന്ന് ഉറങ്ങാണ്. കൊള്ളാല്ലേ, നല്ലൊരു രസമല്ലേ. ഇതാണ് ഇവിടുത്തെ അട്രാക്ഷൻസൊക്കെ. ലാൻസൺ മിൽഫോർഡ് എന്തോ പഴയ ഹാർബറാണ്. പക്ഷെ എന്തായാലും നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് സീസണിൽ വന്നു കഴിഞ്ഞാലാണ് കാര്യമുള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി ആ അറ്റത്തൊക്കെ എന്തോ ഫാം എന്തൊക്കെ ഉണ്ട് തോന്നുന്നു. നിറയെ പശുക്കളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നിറയെ ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ടൊരു ഇതിൻ്റെ ഒരു സെറ്റപ്പ് തോന്നുന്നില്ല. എന്തായാലും വെള്ളമൊക്കെ ഉള്ള ദിവസം നമുക്ക് വന്ന് അടിപൊളിയായിട്ട് പിന്നെ എടുക്കാം. നമ്മൾ ദൂരെ നിന്ന് പശുക്കൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, അത് പശുക്കളല്ലായിരുന്നു കേട്ടോ. അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് കുതിരകളാണ്. കുറച്ചും കൂടി അടുത്തോട്ട് പോയി ഒറ്റകളെ ഒന്ന് കാണാം. വളരെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു കുതിരയൊക്കെ. അവരോടൊക്കെ ഒന്നും അനങ്ങുന്നില്ല. നമ്മൾ അതിൻ്റെ കാലിൽ കണ്ട നമ്മുടെ നാട്ടിൽ കാണുന്ന കുതിരയുടെ പോലെയല്ല, നിറയെ രോമങ്ങളും കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ. നമ്മുടെ മോനോട് കിടന്ന് ഉറങ്ങാൻ. ആയാ ഹേയ് ഇതാണാണ്. പക്ഷേ പോണിയുടെ വേറൊരു ടൈപ്പാണ്. പോണി കുതിരയാണ്. കാരണം ഒരുപാട് ഹൈറ്റ് ഒന്നും ഇതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോണി പോലെയല്ല. കുറച്ച് നല്ല സൈസ് ഉണ്ട്, ശരീരമുണ്ട്. 3 എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. വേറെ ഒരുത്തി വരുന്നുണ്ട്, അവിടെ നിന്ന് വരുന്നതാണ്. എൻ്റെ ഭംഗി നോക്കി. നിറയെ രോമങ്ങളും ഇതൊക്കെ ആയിട്ട് വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കാലുമ്മ നിറയെ രോമം, തലയിൽ രോമം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കുതിരകളാണ്. അങ്ങനെ കുതിരകളെയൊക്കെ കണ്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടുന്ന് വീണ്ടും തിരിച്ചു കയറുന്നത് വീണ്ടും വേറൊരു നാട്ടുവഴിയിലേക്കാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എവിടെ ചെന്ന് തീരും എന്താണെന്നൊന്നും അറിയില്ല. ടാറിങ്ങും അല്ല കോൺക്രീറ്റിങ്ങും അല്ല ഒന്നുമല്ല, ചുമ്മാ മണ്ണിട്ട വഴിയാണ്. കുറച്ച് ബേബി വീട്ടിലേക്ക് വിരിച്ചെടുപ്പുണ്ട്, അത് ഒഴുകി വന്നേക്കുന്നതാണ് എന്തോ. അങ്ങനെ ഉള്ളൂ. പക്ഷേ വഴി ഒരു രക്ഷയില്ല. അടാറ് വഴി, സൂപ്പർ ഫീലിംഗ്. നല്ല ഫ്രഷ് എയർ. എൻ്റെ മോൻ കുടുങ്ങി എഴുന്നേൽക്കുന്നുണ്ട്. ഹലോ. അപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വേറെ എന്തെങ്കിലും ഇടാറുണ്ട്. നമ്മുടേതായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത് 2 വർഷത്തിന് ശേഷമാണ്. അത് ഞാനിപ്പോൾ UK ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ UK ഒരുപാട് പേര് പലതും പറഞ്ഞ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടണ്ട, ഞാൻ ഇതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് കുറച്ച് സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാട്ടുവഴിയൊക്കെ പോലെ നാടൻ പ്രദേശങ്ങൾ അങ്ങനെ വീഡിയോകളിലൊന്നും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് കാണിക്കാമെന്ന് തോന്നി. കാരണം നാട്ടുമ്പുറം പോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെയും ഉള്ളത്. കാരണം ചിലരൊക്കെ വിളിച്ചിട്ട് പറയേ നാടിൻ്റെ ഹരിതാപയും പച്ചപ്പും നിനക്ക് കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് ചോദിക്കും. അപ്പോൾ ഹരിതാപയും പച്ചപ്പും എല്ലാം ചിലപ്പോഴൊക്കെ നാടിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. നാട്ടിലുള്ളവർക്കായിട്ട് കേട്ടോ ഇത്, ഇവിടെ ഉള്ളവർക്കല്ല. ഇത് കണ്ടോ, ഇവിടെ ഒരുവിധപ്പെട്ട വീടുകളുടെയൊക്കെ മതിലാണിത്. ഈ ചെടികൾ ഇങ്ങനെ, ഈ ബുഷ് പോലത്തെ ചെടികൾ ഇങ്ങനെ നിറയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളുടെയും മതിൽ. ചുറ്റുമതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ചെടി നട്ടു പിടിപ്പിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ മരത്തിൻ്റെ പലകകൾ വെച്ചിട്ട് ഇതേപോലത്തെ വുഡൻ മതിലുകളും ഉണ്ടാവും.
അല്ല കോൺക്രീറ്റ് മതിലൊക്കെ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. ഇതാണ് ഇവിടുത്തെ കോമൺ മതിൽ. അയ്യോ, നമ്മൾ റോട്ടിൽ കയറിയിട്ട് ഇപ്പോൾ റോഡ് ഒരു കാട്ടിലോട്ട് പോകുന്ന പോലെയുള്ളതൊന്ന്. ഇതെവിടെ ചെന്ന് കയറണേ? സമയമായില്ലോ. ഓ, കുതിര, വീണ്ടും കുതിര. ഇതെനിക്ക് തോന്നുന്നു ഒരു കുതിരാലയമാണെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളതൊക്കെ നല്ല ചങ്കൻ കുതിരകളാണ്. അവിടെ ഇവിടെ കുതിര നോക്കി. മറ്റത് കംപ്ലീറ്റ് പോണിയായിരുന്നു, പക്ഷെ ഇവിടെ നിൽക്കുന്നതൊക്കെ നല്ല കുതിരകളാണ്. ഇവിടെ ഒരു 3 കുതിരകളൊക്കെ ഉണ്ട്. ഒന്ന് അമ്മയും അച്ഛനും കുട്ടിയാണ്. പക്ഷേ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈസാണ് ഈ കുതിരകൾ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ മമ്മദിനൊക്കെ കുതിരയുണ്ട്. പക്ഷേ മമ്മദിൻ്റെയൊക്കെ കുതിര പോലെയല്ല ഇത്. ഭയങ്കര സൈസാണ് തോന്നുന്നത്. മമ്മദിന് തന്നെ ഏറ്റവും വലിയ കുതിരകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ സൈസ് ശരീരം കൊണ്ട്. എൻ്റെ അമ്മോ, എന്താ സൈസ് നോക്കിയേ. ഭയങ്കര സൈസ് കേട്ടോ. അമ്മയും അച്ഛനും കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നണത് കണ്ടിട്ട്. നല്ല വലിപ്പമുണ്ട്. എന്താ ചുമ്മാ സ്റ്റാച്ചു പോലെ നിൽക്കണ? ഒന്ന് ഓടയൊക്കെ ചെയ്യും കുതിര. അവിടെ ഒരു കുഞ്ഞു കുതിര അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അറ്റത്ത്. പിന്നെ ഇവിടെ ഒരു വലിയ കുതിരയുണ്ട്. ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ കുതിരകൾ നിൽക്കുന്നുണ്ട്. അടുത്തരം കുതിരകൾ. അത് ശരിക്കും അമ്മേൻ്റെ കുതിര പോലെ ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഭയങ്കര വലിപ്പം. കാലിലൊക്കെ നിറയെ രോമമൊക്കെ ആയിട്ട്. അമ്മ ഈ നിൽക്കുന്ന കുതിരയൊക്കെ ഉണ്ട്. ഇതൊക്കെ മറ്റേ റേസിന് പോകുന്ന ടൈപ്പ്, നാട്ടിൽ കാണുന്ന ടൈപ്പ് കുതിരകളാണ്. പക്ഷേ മറ്റത് ഭയങ്കര വലിയ കുതിരയായിരുന്നു. അങ്ങനെ നമ്മൾ വന്നു. കുതിരയുടെ അത് കഴിഞ്ഞ് വന്നത് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അവിടുന്ന് നേരെ ഇനി ഈ വഴിയെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വഴിയെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ടൗണിലേക്ക് എത്താമെന്നാണ് പറഞ്ഞു. അപ്പോൾ വീണ്ടും നല്ല അന്തരീക്ഷം, നല്ല സ്ഥലം, കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും സമയമില്ല. ഇത് ഇവിടെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. കാണിക്കണമെന്നുണ്ട്, ഒന്നിനും നേരമില്ല. അപ്പോൾ ഇനി വേറെ ദിവസം കുറച്ച് നല്ല രീതിക്ക് വേറെ ആരെല്ലാമായിട്ട് വന്നിട്ട് എല്ലാം കാണിക്കാൻ പറ്റുന്ന മാതിരി വീഡിയോ എടുക്കാം. നമ്മുടെ സിനിമയിൽ കാണില്ലേ, വെള്ളത്തിലോട്ട് ചാഞ്ഞ് മരം നിന്ന് ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ തോട് ഒഴുകുന്നത് ഇതൊക്കെ രസമാണ്. അവിടെ ഇറങ്ങിയെടുക്കണം വീഡിയോ, എന്നാലേ കിട്ടുള്ളൂ. ആമാ, എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളി. അങ്ങനെ UK ഹരിതാപയും പച്ചപ്പൊക്കെ തേടിയുള്ള യാത്ര ഏകദേശം നമ്മളിവിടെ നിർത്താണ്. കാരണം നമ്മുടെ പോകേണ്ട ടൈമായി. കുട്ടുമണിയാണെങ്കിൽ ഇതേ ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ് ആൾ. അപ്പോൾ ശരി എന്നാൽ.